ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഡബ്ലിൻ ബെല്ലു വേൾഡ് എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ ഇന്ന് ഞാനൊരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം എൻ്റെ പെങ്ങളുടെ കുട്ടി ലൂക്കായും അല്ലെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. കുറച്ച് പ്രീമച്ചുർ ആയിട്ടുണ്ടായ ആളായിരുന്നു. അപ്പോൾ അറിയാം, തൊടുപുഴ ഹോസ്പിറ്റലായിരുന്നു ഡെലിവറി, സിസേറിയൻ സെക്ഷനൊക്കെ നടന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ലൂക്കായ്ക്ക് കുറച്ച് സീരിയസ് ഒക്കെ ആയിട്ട് നമ്മുടെ കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം വെന്റിലേറ്ററിന്റെ സഹായത്തോടായിരുന്നു ബ്രീത്തിങ് നടന്നുകൊണ്ടിരുന്നത്. അറിയാലോ, കുറച്ച് സീരിയസ് ആയിരുന്നു ആൾക്ക്. അപ്പം ഞാനത് അതിനോടനുബന്ധിച്ച് യൂട്യൂബിൽ ചാനലിൽ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കുട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പം ഇത്രയും ദിവസം ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അപ്പം കഴിഞ്ഞ ആഴ്ചയിൽ വെന്റിലേറ്ററൊക്കെ എടുത്തിട്ട് സ്വന്തമായിട്ടൊക്കെ ബ്രീത്ത് ചെയ്യാനും ഒക്കെ തുടങ്ങി. അതുപോലെ തന്നെ പാല് കുടിച്ച് തുടങ്ങിയിട്ടുണ്ട് ആള്. ഇന്ന് ആള് ഡിസ്ചാർജ് ആയി കാണും വീട്ടിലേക്ക്. അപ്പം ഒരുപാട് നന്ദി നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള ഒത്തിരി ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ ചാനലിലുള്ള ആളുകൾ ഒക്കെ ഒത്തിരി പ്രാർത്ഥന അതിന് വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒത്തിരി പേര് പേടിക്കേണ്ട, ഒന്നും സംഭവിക്കില്ല, ഈശോയും മാതാവ് നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചവരും പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചവരും ഒത്തിരി ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. ഞാൻ പറയില്ലേ, നമ്മളൊരു പ്രാർത്ഥനാ സഹായം കൊടുക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വലിയൊരു കാര്യമാണല്ലേ. കാരണം നമുക്ക് ഒത്തിരി മനസ്സമാധാനക്കുറവും അല്ലെന്നുണ്ടെങ്കിൽ പേടിയും വിഷമൊക്കെ ഉള്ളൊരു സാഹചര്യമാണ് അങ്ങനത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ലൂക്കായ്ക്കും നമ്മുടെ ഫാമിലിക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും ഒരുപാട് നന്ദി പറയുകയാണ്. കാരണം പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് ഈശോയും മാതാവും ലൂക്കായ്ക്ക് ഒരു കുഴപ്പവും കൂടാതെ ഏറ്റവും സുഖമായിട്ട് തീർത്തത്. അതുപോലെ തന്നെ ഒരു പ്രശ്നവും കൂടാതെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിരിക്കുകയാണ്. അപ്പം എല്ലാവരോടും ഞാൻ അതിൻ്റെ ഒരു നന്ദി അറിയിക്കുകയാണ്. കാരണം പ്രാർത്ഥന വലിയൊരു കാര്യമാണ് അല്ലേ. നമ്മൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് നമുക്ക് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ നിയോഗം ആ ഒരു പ്രാർത്ഥനയിട്ട് റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒത്തിരി പേരെന്നെ വിളിച്ച് സംസാരിക്കുകയും അതുപോലെ തന്നെ മെസ്സേജ് വിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അവരോടൊക്കെ നന്ദി പറയുകയാണ് ഈ ഒരു അവസരത്തിൽ. കാരണം പ്രാർത്ഥന വലിയൊരു കാര്യമാണ്. അത് കിട്ടേണ്ടവർക്ക് എപ്പോഴും കൊടുക്കുക, നമ്മൾ അതിനൊരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. സോ പ്രാർത്ഥിച്ചവർക്ക് ഒരുപാട് നന്ദി. നമ്മുടെ യൂട്യൂബ് ഫാമിലിക്ക് ഫുൾ നന്ദി പറയുകയാണ് ഈ ഒരു അവസരത്തിൽ. ഓക്കെ, താങ്ക് യു.